നമസ്കാരം. എല്ലാവർക്കും പ്രതികരണ വേദിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ത്യക്ക് മേൽ വലിയ ഒരു താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇറക്കുമതിക്ക്, അവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തിയെന്ന് പറയുന്നു. അതല്ല 50% എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അതുകൊണ്ടൊന്നും കുലുങ്ങുന്നില്ല. ഇനി ട്രംപിന് ഇന്ത്യയോടൊരു ദേഷ്യം തോന്നാൻ കാരണം ഓപ്പറേഷൻ സിന്ദൂർ നടന്നല്ലോ. പാകിസ്ഥാനിലെ 2 പ്രധാനപ്പെട്ട എയർബേസുകൾ തകർത്തു. അവിടുത്തെ ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇത് സത്യത്തിൽ പാകിസ്ഥാൻ്റെ ആയിരുന്നില്ല. പാകിസ്ഥാനിൽ അമേരിക്ക കൊണ്ടുവന്ന സാധനങ്ങളായിരുന്നു. ഇത് പുറത്തു പറയാൻ പറ്റില്ല. ഇങ്ങനെ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥാപനം അമേരിക്കയുടേതായിട്ടുണ്ട് എന്ന് എല്ലാവരും അറിയും. മാത്രമല്ല ഇന്ത്യ അമേരിക്കയുടെ ഈ സാധനങ്ങൾ തകർത്തു എന്നും അറിയും. ഇതിലും വലിയൊരു നാണക്കേട് പറയാനില്ല. അതുകൊണ്ട് അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. അല്ലെങ്കിലും ജനങ്ങൾക്കെല്ലാം മനസ്സിലായിരിക്കുന്നു. പിന്നെ ഒന്നുള്ള ബ്രിക്സ് സംഘടനയാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഈ ഒരു കൂട്ടുകെട്ട് വളരെയധികം അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് ട്രംപിന്. കാരണം ഇത് വളരുന്നു. മറ്റ് പല രാജ്യങ്ങളും ഇതിൽ അംഗമാകാൻ ശ്രമിക്കുന്നു. മാത്രവുമല്ല അവരുടെ വളർച്ച കൊണ്ട് ഡോളറിന് ഇടിവ് സംഭവിക്കുമോ എന്നുള്ള ചിന്ത. അതും കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് കമ്പോളത്തിൽ വലിയ ഡിമാൻഡാണ്. എത്രയോ രാജ്യങ്ങൾ ഇവിടുന്ന് ബ്രഹ്മോസും മറ്റതും വാങ്ങിക്കൊണ്ടുപോകുന്നു. വലിയ ഡിമാൻഡാണ്. അപ്പോൾ ആയുധക്കച്ചവടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കയ്ക്കൊരു വെല്ലുവിളിയായിട്ട് ഇന്ത്യ ഉയരുന്നു. എന്നാൽ അമേരിക്ക പറയുന്ന ഒരു കാര്യങ്ങളും ഇന്ത്യ അനുസരിക്കുന്നുമില്ല. അനുസരിക്കുക എങ്ങനെ ചെയ്യുക? കാരണം അവർ പറയുന്ന വിലയ്ക്ക് അവരുടെ സാധനങ്ങൾ വാങ്ങിക്കണം. പറ്റില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലെന്നാണ്. പിന്നെ ഇവിടെ അവർക്ക് തുറന്നു കൊടുക്കണം. ഏതിനാ തുറന്നു കൊടുക്കേണ്ടത്? ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾക്കാണെച്ചെങ്കിൽ ശരി. അതല്ല, ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ക്ഷീര ഉൽപ്പന്നങ്ങൾ ഇന്ത്യയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ പാലും ക്ഷീര ഉൽപ്പന്നങ്ങളും ഇവിടെ കച്ചവടം ചെയ്യണം. അത് നടക്കില്ല. കാരണം ഇവിടുത്തെ കച്ചവടക്കാരുടെ, ഇവിടുത്തെ കൃഷിക്കാരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടും കൊണ്ട് അങ്ങനൊരു സംഭവം നടത്താൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. മാത്രമല്ല അവിടുന്ന് കിട്ടുന്ന പാലൊക്കെ വെജിറ്റേറിയൻ അല്ല. അവിടുത്തെ പശുക്കൾക്ക് മത്സ്യവും മാംസവും കൂട്ടി കൊടുക്കുന്നുണ്ട് ഭക്ഷണത്തിൽ. അതിൻ്റെ പാലാണ് വരുന്നത്. നിലവാരം കമ്മിയാണ്. അപ്പോൾ അത് ഇറക്കുമതി ചെയ്താൽ ഇവിടുത്തെ കമ്പനികൾ മുഴുവനും അവതാളത്തിലാകും. അങ്ങനെ സ്വന്തം രാജ്യത്തിൻ്റെ നില അപകടത്തിലാക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ? മോദി അതിനൊരിക്കലും സമ്മതിച്ചില്ല. അതൊന്ന്. പിന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നു. അത് നിർത്തണം എന്നാണ് പറയുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് എങ്ങനെ നിർത്തും? വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യൻ രൂപയിലാണ് എണ്ണ വാങ്ങിക്കുന്നത്. അത് നിർത്താൻ പറ്റുമോ? അതും നിർത്താൻ പറ്റില്ല. ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ താരിഫ് ചുമത്തിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അനന്തര ഫലം എന്താണ്? തൽക്കാലം ഒരു ക്ഷീണം നമുക്കുണ്ടാകും, ശരിയാണ്. പക്ഷേ മറ്റ് പല മേഖലകളും നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് തന്നെ കൊടുത്തോളെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബാക്കി ചെറിയ ചെറിയ രാജ്യങ്ങൾ ധാരാളമുണ്ട്. വിയറ്റ്നാമുണ്ട്, അതേപോലെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ വേറെയുണ്ട്. അർമേനിയ ഉണ്ട്. അങ്ങനത്തെ പല രാജ്യങ്ങളുമുണ്ട്. പിന്നെ ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്, ബ്രസീലുമായുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അമേരിക്ക തന്നെ വേണമെന്നില്ല. മനസ്സിലായില്ലേ? മാത്രവുമല്ല അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് കയറ്റുമതിയുടെ 2% മാത്രമാണ്. ഇനി അതിന് വലിയൊരു താരിഫ് വെച്ച് കൊടുത്താലും നമുക്ക് കാര്യമായിട്ടൊന്നും ബാധിക്കില്ല. 2%മേ ഉള്ളൂ. അത് മേക്കപ്പ് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗൂഗിള് ഇവിടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായിരിക്കുകയാണ്. അതുമാതിരി നാസ ISROവുമായിട്ട് ചേർന്നിട്ട് വലിയൊരു പരീക്ഷണങ്ങൾ നടത്താനുള്ള സംഭവങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അവിടുത്തെ പല വൻകിട വ്യവസായികളും ഇന്ത്യയിൽ വ്യവസായം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതൊക്കെ
പിന്നെ ട്രംപിന് അറിയാമോ എന്നറിയില്ല, ഏതായാലും അറിയാതിരിക്കില്ല. പക്ഷേ എങ്കിലും ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ പല പണക്കാരും പറയുന്നത് ഇന്ത്യയുമായിട്ട് ഇങ്ങനെയൊരു സംഘർഷത്തിന് പോകണ്ട എന്നാണ് പറയുന്നത്. അത് നാശമേ പറ്റൂ. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ്. മോദിജി പറഞ്ഞു ഇവിടെയുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിക്കുക. വാരണാസിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. കേരളത്തിൽ ഒരു പക്ഷേ ഉൾക്കൊള്ളുണ്ടാവില്ല, പക്ഷേ ഇന്ത്യ മൊത്തം അത് കേൾക്കും. ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ ഉപയോഗിക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മേൽത്തരമാണ്, മേന്മയുള്ളതാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ താരിഫ് കൂടുതൽ ഏർപ്പെടുത്തുമ്പോൾ എന്താ പ്രശ്നം വിചാരിച്ചാൽ, ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയും ഒരേ ഇനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അവിടെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്, അവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും വാങ്ങിക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. അതിന് ഇരട്ടി വില കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അപ്പോൾ അവിടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അവിടെ അല്ലെങ്കിലേ ആഭ്യന്തര പ്രശ്നമാണ്. മാത്രവുമല്ല 34 ട്രില്യൺ ഡോളറിൻ്റെ കടത്തിലാണ് അമേരിക്ക എന്നുള്ളതാണ്. ഈ വിവരങ്ങളൊക്കെ മോദിജിക്ക് അറിയാം. അതുകൊണ്ടാണ് മൗനമായിട്ടിരിക്കുന്നത്. തൽക്കാലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന കാര്യത്തിലാണ് മുണ്ടാണ്ടിരിക്കുന്നത്. ഇയാൾ ഓരോ ദിവസം ഓരോന്ന് പറയുമ്പോഴും ഇവിടെ അനങ്ങുന്നില്ല. അതായത് കാലം മാറി, ഈ ലോകം മുഴുവൻ മൊത്തത്തിൽ മാറി. ഇത് ട്രംപ് അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. ഇപ്പോഴും അഹങ്കാരവും ധിക്കാരവും ഞാൻ പറഞ്ഞത് കേൾക്കണ്ടേ. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അമേരിക്ക റഷ്യയിൽ നിന്ന് പല കാര്യങ്ങളും വാങ്ങിക്കുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ റഷ്യയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ പാടില്ല, നമ്മളും ചൈനയും ഒന്നും. അപ്പോൾ ഇതുകൊണ്ടാണ് ചൈനയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുക്കാൻ പോവുകയാണ്. അടുത്ത മാസം ഡേറ്റ് തീരുമാനിച്ചു എന്നാണ് തോന്നുന്നത്. നരേന്ദ്രമോദിജി അവിടെ പോവുകയാണ്, ചൈനയിൽ പോവുകയാണ്. ആ ബന്ധം ഊഷ്മളമാക്കാൻ ഉള്ള തീരുമാനമാണ്. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അത് അത്യാവശ്യമാണ് രണ്ടുപേർക്കും. കാരണം അമേരിക്കയുടെ ഈ ഒരു ലോക പോലീസ് നയം ഒന്ന് നിർത്തണമെങ്കിൽ ഇവിടെ ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നിച്ചേ പറ്റൂ. ഈ 3 ശക്തികളും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ട്രംപിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അവിടുത്തെ രാഷ്ട്രീയ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും അറിയുന്നുമുണ്ട്. അവർ ട്രംപിനെ ഉപദേശിക്കുന്നുണ്ട്, പക്ഷെ ട്രംപ് കേൾക്കുന്നില്ല. ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു തീരുവ കൂട്ടിയതൊന്നും ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ല. കുറച്ചൊരു ക്ഷീണം സംഭവിക്കാം എന്നല്ലാതെ കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. പിന്നെ ട്രംപ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കായികമായി നേരിടുക. അമേരിക്ക നേരിട്ട് ഇടപെടില്ല. പക്ഷെ അവിടെ പാകിസ്ഥാൻ ഉണ്ടല്ലോ. ഇപ്പോൾ അതിർത്തിയിലൊക്കെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ഏത് നിമിഷവും പാകിസ്ഥാനിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാം എന്ന അവസ്ഥയാണ്. അത് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. 1000 കോടി ഡോളറിൻ്റെ ആയുധങ്ങളാണത്രേ നവീനമായിട്ടുള്ളത് പാകിസ്ഥാൻ തീവ്രവാദികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ സദാസമയത്തും ജാഗരൂകമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇൻ്റലിജൻസ് വകുപ്പും മിലിറ്ററിയും. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ത്യയുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ഒരു മനുഷ്യനും അറിയില്ല. എന്താണ് അവരുടെ തീരുമാനമെന്നും അറിയില്ല. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മോദിജി രാഷ്ട്രപതിയെ കണ്ടു, അമിത്ഷാ കണ്ടു, രാജ്നാഥ് സിംഗ് കണ്ടു, അജിത് ഡോവൽ ഇപ്പോൾ റഷ്യയിലേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെ ആകെ സംഭവം നടക്കേണ്ട എന്താ സംഭവം എന്ന് ആർക്കും അറിയില്ല. ഓരോരുത്തരും ഭാവനയ്ക്ക് അനുസരിച്ച് ഓരോന്ന് പടച്ച് വിടുന്നുണ്ട്. അപ്പം എന്തോ ഒരു സംഭവം അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. മിക്കവാറും അമേരിക്ക ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനെ മുൻനിർത്തി കളിക്കുകയായിരിക്കും. അത് ഏത് തരത്തിൽ വേണം എന്നുള്ളതാണ്, തടയണം എന്നുള്ളതായിരിക്കും ചിന്ത. തടയാനൊക്കെ കഴിയും, അത് എന്തൊക്കെ ആരൊക്കെ കൂട്ടുകൂടും എന്നുള്ളതൊക്കെയാണ്. ലോകരാജ്യങ്ങൾക്കെല്ലാം അമേരിക്കയെ വെറുത്തിരിക്കുന്നു, അവരുടെ ഈ വലിയേട്ടൻ മനോഭാവം. അതുകൊണ്ട് ബ്രിക്സിൽ ജോയിൻ ചെയ്യാനും ഇന്ത്യയോടൊപ്പം റഷ്യയോടൊപ്പം നിൽക്കുവാനും ഉള്ള ആഗ്രഹങ്ങൾ പല രാജ്യങ്ങളും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഒക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ്, മതിയല്ലോ പലതുള്ളി പെരുവെള്ളം, ഇതാണല്ലോ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. എൻ്റെ അഭിപ്രായത്തിൽ മാത്രമല്ല മറ്റ് പല പണ്ഡിതന്മാരുടെയും സാമ്പത്തിക വിദഗ്ധരുടെയും എല്ലാവരുടെയും അഭിപ്രായത്തിൽ
അവർ പറയുന്നത് തൽക്കാലം ചെറിയ ക്ഷീണം ഇന്ത്യക്ക് ഉണ്ടാകുമെങ്കിലും ഇന്ത്യക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. പ്രശ്നം മുഴുവൻ അമേരിക്കയ്ക്ക് തന്നെയാണ്. കാരണം അവിടെ ഇപ്പം തന്നെ അങ്ങനെയാണ്. 34 ട്രില്യൺ ഡോളറിൻ്റെ കടം അവർക്കുണ്ട്. മാത്രമല്ല അവിടെ പ്രശ്നങ്ങൾ പലതുമാണ്. പല സ്റ്റേറ്റുകളിലും അവിടെ കലാപം നടക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും ഇയാൾ കണക്കാക്കുന്നുമില്ല. അപ്പോൾ അധികകാലം ട്രംപ് തന്നെ അധികാരത്തിലിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് അവിടുത്തെ കഥ. അപ്പോൾ ഇവിടെ കൊട്ടിഘോഷിക്കുന്നതുമായി ഇന്ത്യക്ക് യാതൊരു പരിക്കും പറ്റാൻ പോകുന്നില്ല. കാരണം എല്ലാം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ്. ഇപ്പോൾ പാകിസ്ഥാനിലെ സ്ഥിതി എന്താ? ഈ പഹൽഗാം ആക്രമണം നടന്ന ഉടനെ ആദ്യം ചെയ്തത് എന്താ? സിന്ധു നദി കരാറിൽ നിന്നും പിൻവലിയുകയാണ് ഇന്ത്യ ചെയ്തത്. അതിപ്പോൾ എന്താണ് എന്നാണ് എല്ലാവരും കരുതുക. പക്ഷേ ഇപ്പം അടുത്ത് വന്ന വാർത്ത 7 ഗ്രാമങ്ങൾ കടലാക്രമിക്കപ്പെട്ടു, 12 ലക്ഷത്തോളം ജനങ്ങൾ അവിടുന്ന് പലായനം ചെയ്തു എന്ന് പറയുന്നു. അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നായിരിക്കും ചോദിക്കുക. ബന്ധമുണ്ട്. കാരണം ഈ നദിയും കടലും തമ്മിൽ ചേരുന്ന ആ ജോയിൻറ്റിൽ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം പോകുന്നു, അവിടുന്ന് കടലിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ 2 മർദ്ദം അവിടെ ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ടുള്ള മർദ്ദമുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടുള്ള മർദ്ദവുമുണ്ട്. ഇങ്ങനെ തുടർന്ന് പോവുക. അതേസമയത്ത് ഇവിടുന്ന് അങ്ങോട്ടുള്ള 80% കുറഞ്ഞു വെള്ളം. ഇവിടുന്ന് 80% കുറഞ്ഞ് അവിടുന്നുള്ള മർദ്ദത്തിന് തടുക്കാനൊന്നുമില്ല, കംപ്ലീറ്റ് അടിച്ച് കയറുക ചെയ്യുന്നത്. അങ്ങനെ കയറിയിട്ടാണ് ഈ 7 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായിപ്പോയത്. ഇത് മനഃപൂർവ്വം ചെയ്ത പരിപാടിയല്ല. ഇങ്ങനെ ഈ വെള്ളം ഈ കരാറിൽ നിന്ന് പിന്മാറിയ ഉടനെ തന്നെ ലോകത്തിൽ ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, ലോകത്തിലെ എല്ലാ വിവരമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ പറയട്ടെ ഇത് പ്രശ്നമാണ്, അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണം. പരിഹാരം ഒന്നേ ഉള്ളൂ, ആ തീവ്രവാദികളെ മുഴുവൻ ഇന്ത്യക്ക് കൈമാറുക, മേലിൽ ഇത്രയൊന്നും തീവ്രവാദ ആക്രമണം ഉണ്ടാവില്ലെന്ന് ഉറപ്പ് വരിക. ഇതൊക്കെയാണ്. അതിനാരും ശ്രമിച്ചില്ല. അങ്ങനെ ചാൻസുകൾ ഇട്ടുകൊടുത്തു. ഇത് തുറന്ന് അടച്ചു കഴിഞ്ഞാൽ, വെള്ളം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു പ്രശ്നങ്ങൾ, നാശനഷ്ടങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാകും എന്ന വിവരം ആരും അറിയിച്ചില്ല. അഥവാ അറിയിച്ചാലും അവർ മൈൻഡ് ചെയ്തില്ല. ഇപ്പം അത് സംഭവിക്കുന്നു. ഇങ്ങനെയാണ് ദീർഘവീക്ഷണത്തോടു കൂടി ഓരോ കാര്യങ്ങളും. ഇപ്പോൾ അവരുടെ എന്താ F-35 എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആയുധം, ആധുനികമായ ആയുധം നമുക്ക് തരാമെന്നും നമ്മൾ വാങ്ങിക്കാമെന്നും കരുതിയിരിക്കുന്ന സന്ദർഭത്തിലാണ് അങ്ങനൊരു സാധനം തിരുവനന്തപുരത്ത് വന്ന് കിടന്നത്. അനക്കാൻ പറ്റാത്ത രൂപത്തിലായിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ ഉന്തിക്കൊണ്ട് പോയി അത്, അല്ലേ? അതിനുശേഷം വേണ്ട സാധനം വേണ്ടാന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിന് തുല്യമായ സാധനം നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. ഇതും ട്രംപിന് ദേഷ്യമായി. ഒരു ഉപകാരമില്ലാത്ത സാധനം നമ്മൾ വാങ്ങിച്ചിട്ടെന്താ കാര്യം? ഇങ്ങനെ ഇരിക്കുന്നു അവസ്ഥ. സത്യത്തിൽ ഇവരുടെയൊക്കെ കയ്യിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉണ്ടോ? ഇപ്പോൾ വലിയ ഇറാനിൽ നാശനഷ്ടങ്ങൾ വിതച്ചു, ഇറാൻ്റെ ആണവായുധങ്ങളെല്ലാം ഇല്ലാതാക്കി എന്നൊക്കെ പറയുമ്പോഴും ആദ്യമൊക്കെ വിശ്വസിച്ചെങ്കിലും ഇപ്പോൾ അതൊരു സംശയത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഈ ലോക മേധാവിത്വ മനോഭാവം ഇനി അധികകാലം ഉണ്ടാവില്ല. അവരുടെ നാശത്തിനാണ്. വിനാശകാലേ വിപരീത ബുദ്ധി. അവിടെ പലരും പറഞ്ഞു ഇന്ത്യയോട് ഇങ്ങനെ ചെയ്യരുത്. കാരണം ലോകത്തിലേക്ക് വെച്ച് വിശ്വാസമുള്ളൊരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയാണെന്ന്, വിശ്വാസമുള്ളൊരു നേതാവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മോദിജിയാണ്. കാരണം ഇസ്രയേലായാലും റഷ്യയായാലും അത്യന്താധുനികമായിട്ടുള്ള ഈ ആയുധങ്ങൾ നിർമ്മിക്കേണ്ട രഹസ്യ കോഡുകളിലൊക്കെ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് ഒരു മനുഷ്യനറിയില്ല അതെന്താ സാധനം എന്നുള്ളത്. മറ്റതൊക്കെയാണെച്ചെങ്കിൽ തീവ്രവാദികൾക്ക് കൊടുത്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. ഇതറിയില്ല. കാരണം ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ തെറ്റിയാലും റഷ്യയും ഇന്ത്യയും തമ്മിൽ തെറ്റിയാലും ഈ രഹസ്യ കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. മനസ്സിലായില്ലേ? അത്രയും വിശ്വാസ്യത നമ്മുടെ ഭാരതത്തിനും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ വിരട്ടൽ കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നാൽ കഴിഞ്ഞ് അത് മേക്കപ്പ് ചെയ്യാനുള്ള വഴിയും ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു നിഗമനം. നന്ദി, നമസ്കാരം.